അടുത്തതായി ധനഞ്ജയൻ വച്ചിരിക്കുകയാണ്. ഒരാളുകൂടെ ഉണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, പ്രവാസി ജീവിതം നയിക്കുന്ന ഗിരിജാവല്ലഭൻ, ശ്രീമാൻ ഗിരിജാവല്ലഭൻ്റെ കഥാസമാഹാരമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ഈ പ്രകാശന ചടങ്ങിൽ വരുന്നതിന് മുമ്പ് പല പ്രകാശന ചടങ്ങുകളും ഇവിടെ നടക്കുമ്പോഴൊക്കെ പങ്കെടുക്കാറുള്ളതുകൊണ്ട് ആ പുസ്തകം അതിന് മുമ്പേ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ആശംസ നേരുമ്പോൾ ആ പുസ്തകത്തെ വായിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആശംസ തയ്യാറ് പതിവ്. പക്ഷേ ഇതിന് ഇന്ന് അവസരം ഉണ്ടായില്ല. പുസ്തകം പ്രകാശനം ചെയ്ത അവസരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കൃതിയെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല. ഇവിടെ സംസാരിച്ചത് മാത്രം ഉള്ള അറിവാണ്. പക്ഷേ ശ്രീ ഗിരിജാവല്ലഭൻ ഈ പ്രവാസി എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു പ്രധാന എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അംഗീകരിക്കപ്പെടാതെ പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അത് അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പ്രവാസികളുടെ സാഹിത്യരംഗത്തൊരു നെടുനായകത്വം വഹിക്കുന്നത് മുകുന്ദനേക്കാളും ഉപരി സച്ചിദാനന്ദനാണ്. അതുപോലെ തലമുറയിൽ നിന്ന് നമുക്ക് പല പ്രവാസി എഴുത്തുകാരും ഉണ്ടായിരുന്നു. ഈ മലയാളം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ, മലയാള ഭാഷ നിലനിൽക്കുന്നത് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ മിക്കവാറും ആളുകൾ ബോംബെയിൽ താമസിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്നവരായാലും തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് മലയാള സാഹിത്യത്തിൻ്റെ നിലനിൽപ്പിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് തന്നെ പ്രവാസി എഴുത്തുകാരാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു 30 കൊല്ലം കഴിയുന്നതിന് ഇടയ്ക്ക് തന്നെ ഒരുപക്ഷെ മലയാള ഭാഷ നിലച്ചു പോകാനുള്ള ഒരു സ്ഥിതി ഉണ്ട്. ഈ നിലയ്ക്ക് പോയാൽ, ഇന്നത്തെ നിലയ്ക്ക് പോയാൽ 30 കൊല്ലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ ഭാഷയ്ക്ക് വളരെ ഭാഷാപരമായിട്ടുള്ളൊരു അധോഗതി വന്നു ചേരാനുള്ള സ്ഥിതിയുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം, അതല്ലെങ്കിൽ ഈ കൊല്ലമൊക്കെ തന്നെ സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രവാസി എഴുത്തുകാരുടെ സംഗമം, മറ്റ് രാജ്യങ്ങളിലെ പ്രവാസികളല്ലാത്ത എഴുത്തുകാരുടെ സംഗമം എല്ലാം സംഘടിപ്പിക്കുന്നത്. ഒരു പ്രയോജനം പ്രവാസി മലയാളികൾക്ക് കിട്ടത്തക്ക രീതിയിൽ ഉണ്ടാവണം എന്നുള്ളത്. ഇന്നിപ്പോൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ താമസിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന പ്രവാസി എഴുത്തുകാരിൽ പ്രമുഖനായിട്ട് അറിയപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ബെന്യാമിനാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജയ്പൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുമ്പിലത്തെ കൊല്ലം മലയാളത്തിൽ നിന്ന് സച്ചിദാനന്ദനും അല്ലെങ്കിൽ സേതുവിനും ഒക്കെ പുറമെ, കഴിഞ്ഞ കൊല്ലം ആനന്ദം ഉണ്ടായിരുന്നു, ഒക്കെ പുറമെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹിത്യകാരൻ അന്ന് ആ വേദികളിലിരുന്ന് വരികയും മറ്റും ചെയ്തിട്ടുള്ള സാഹിത്യകാരൻ ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം ഒരു പ്രശസ്ത നോവലാണെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. അതൊരു ആഖ്യാനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചന EMS ഇവിടെ കൂടി സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. EMSഉം പെൺകുട്ടിയും എന്നുള്ള ആ രചന, അത് തികച്ചും
സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നോവലായിട്ട് വേണം നമുക്ക് കാണാൻ കഴിയും. കാരണം അവസാനത്തിൽ ഈ പെൺകുട്ടി EMS എന്ന പേര് വ്യാജേന പറഞ്ഞതാണെങ്കിലും ആ പെൺകുട്ടി അവസാനം ഈ വീട്ടിൽ അല്ലെങ്കിൽ ആ പെണ്ണ് ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് EMSനെ കാണണം എന്ന് പറയുമ്പോൾ അത് EMSനെ കാണാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ചിത്രീകരിക്കപ്പെട്ടത് അസ്ഥിത ജനവിഭാഗത്തിൻ്റെ ഒരു ആശാകേന്ദ്രം എന്ന നിലയ്ക്കാണ്. അതൊരു പക്ഷേ ബെന്യാമിൻ ഉണ്ടാവുമെന്നില്ല, ഞാൻ അറിയില്ല. പുസ്തകം കൃത്യമായിട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് EMSനെ കാണണം എന്ന് പറയുമ്പോൾ ആവശ്യത അനുഭവിച്ച ആ പെൺകുട്ടി വന്ന് EMSനെ കാണുന്ന പറയുമ്പോൾ അത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വ്യംഗ്യം ഇത്രയേ ഉള്ളൂ. അഭയം തേടാണ്. EMS പ്രതികരിക്കുന്നത് നമുക്കറിയാം, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ആണ് ഒരു അഭയാർത്ഥി എന്ന നിലയ്ക്ക് അവർ എത്തിച്ചേരുന്നത്. അതാണ് അന്ന് ഇപ്പോൾ EMSം പെൺകുട്ടി എന്നുള്ള രചനയുടെ പ്രത്യേകത. ആടുജീവിതം അങ്ങനെ എല്ലാവർക്കും വായിച്ചു പോകാവുന്ന, ഞാനും ഗൾഫിലുണ്ടായിരുന്നു, ഒരു ആഖ്യാനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ശ്രീമാൻ ഗിരിജാവല്ലഭൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു പബ്ലിഷിംഗ് കമ്പനി ഉണ്ടായി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. കാരണം ഞാൻ ജർമ്മനിയിലാണ് എൻ്റെ മിക്കവാറും 32-33 കൊല്ലം ഞാൻ ജീവിച്ചത്. അവിടെ 20 ലക്ഷം മലയാളികളൊന്നുമില്ല. അപ്പം 40,000-50,000 മലയാളികളാണ് ഉണ്ടായിരുന്നത്. അത് അവിടെയും എഴുത്തുകാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രസാധകനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് അവിടെ കണ്ടെത്തിയാൽ തന്നെ ഇവിടെ കേരളത്തിലത് പുസ്തകം ചെലവാക്കാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് സ്വന്തം കാശിൽ കുറച്ച് കോപ്പി അടിച്ച് പ്രസിദ്ധീകരിക്കലാണ് പതിവ്. എന്നാലും കേരളത്തിലൊന്നും അത്തരം എഴുത്തുകാരെ അറിയപ്പെടുന്നില്ല. ജർമ്മനിയിലും ഉണ്ടായിരുന്നു 2-3 എഴുത്തുകാരൊക്കെ. ഒരു പ്രാവശ്യം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ തനിക്ക് ഇടതുപക്ഷമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട് സാഹിത്യ അക്കാദമിയിൽ ഈ പുസ്തകം കൊണ്ട് കൊടുത്ത് ഒരു അംഗീകാരത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കണം പറഞ്ഞു. അപ്പം അന്ന് IB ദാസാണ് ഇവിടുത്തെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി. IB ദാസിൻ്റെ ഈ പുസ്തകം കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഇടതുപക്ഷ ചിന്തകനും പ്രവർത്തകനും ഒക്കെ ആയിട്ടുകൂടി അത് കയ്യിലെടുത്തത് നോക്കുക പോലും ചെയ്തു. അത്രയാണ് പ്രവാസി എഴുത്തുകാരോടുള്ള അവഗണന. അത് മാറ്റിയെടുക്കാതെ പ്രവാസി എഴുത്തുകാർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ സൂചിപ്പിച്ചു 1000 കോപ്പി അല്ലെങ്കിൽ 2000 കോപ്പി ഒരു പുസ്തകം അടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. 1000 കോപ്പിയൊക്കെ ചിലവാണെന്ന് വെച്ചാൽ 6 മാസം കൊണ്ട് പോലും ഇപ്പോൾ 1000 കോപ്പിയൊന്നും ചിലവാകാറില്ല. ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് 10,000-20,000 കോപ്പിയൊക്കെ അടിച്ചിട്ടാണ് അത് ചിലവാക്കുന്നത്. അത്രയൊന്നുമില്ല. പ്രസാധകമായി ശാലകളുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് 2000 കോപ്പി തന്നെ അടിച്ച് അത് ചിലവാക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. അപ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതം തന്നെ 50-ാം പതിപ്പ് 60-ാം പതിപ്പ് അടിക്കുമ്പോഴും ഓരോ പതിപ്പിലും വരുന്നത് 1500 അല്ലെങ്കിൽ 2000-ഓളം കോപ്പികളൊന്നും വരുന്നില്ല. എന്നാലും 50,000-ത്തിലേറെ കോപ്പികൾ ഇപ്പോൾ ചിലവായി കഴിഞ്ഞിട്ടുണ്ടാവും. 50 പതിപ്പ് അല്ലെങ്കിൽ 60 പതിപ്പ് ആയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രവാസി എഴുത്തുകാർ സ്വന്തം പൈസ എടുത്ത് പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ട്. അതുമാത്രമല്ല, സ്വന്തം ചെലവിൽ തന്നെ അത് വിതരണം ചെയ്യാനും ഉള്ള ഒരു സ്ഥിതിയുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനം ഇത്തരത്തിലുള്ള പ്രസാധന ശാലകൾ നടത്തുന്നു എന്നതാണ് പ്രത്യേകത. അത് ബോംബെയിൽ 20 ലക്ഷം മലയാളികളുള്ളത് കൊണ്ട് കുറേ പേരൊക്കെ അവിടെ വാങ്ങിച്ചുകളും. പക്ഷേ കേരളത്തിൽ ചിലവഴിക്കപ്പെടുന്ന വെച്ചാൽ വേറൊരു യത്നം കൂടി
ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മുണ്ടൂർ രാജനെ പോലെയുള്ള പ്രസാധകന്മാർ പ്രവാസികളുടെ രചനകൾക്ക് മുൻതൂക്കം നൽകി അത് ഈ പുസ്തകത്തിൽ എവിടെയോ അടിച്ചു കൊണ്ടു. മുണ്ടൂരും ഒരു ബ്രാഞ്ചുണ്ട്. അപ്പോൾ ആ മുണ്ടൂരിലെ ബ്രാഞ്ചും കൂടി ഇത്തരത്തിലുള്ള എഴുത്തുകാരുടെ പ്രവാസി എഴുത്തുകാരുടെ പുസ്തകം പ്രകാശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ പ്രവാസി എഴുത്തുകാർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഞാൻ പറയുന്ന മുകുന്ദൻ്റെയും അല്ലെങ്കിൽ സച്ചിദാനന്ദൻ്റെയും മറ്റും കാര്യമൊന്നുമല്ല, സാധാരണ എഴുത്തുകാരുടെ കാര്യമാണ് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ശ്രീമാൻ ഗിരിജാവല്ലഭൻ്റെ. അദ്ദേഹം നേരത്തെ തന്നെ എഴുതി തുടങ്ങി, പക്ഷേ വേണ്ടത്ര അംഗീകാരം ലഭിച്ചു എന്ന് എനിക്ക് ആശങ്കയുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇനിയും നിരവധി സാമൂഹ്യ പ്രതിവിധി മധ്യവർത്തികളുടെ കഥ മാത്രമല്ല അദ്ദേഹം പറയുന്നത്, സാധാരണ ജനങ്ങളുടെ കഥയോ അല്ലെങ്കിൽ നോവൽ രചിച്ച് അതിനൊരു മാറ്റം അദ്ദേഹം വരുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അവസാനമായി ടി.ആർ. ജനാർദ്ദനൻ. സുഹൃത്തുക്കളെ, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞങ്ങൾ ബോംബെക്കാർക്ക് 8 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമയമല്ല. കാരണം ഞങ്ങളെല്ലാം ഓഫീസ് വിട്ട് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നത് 9-10 മണിക്കാണ്. പക്ഷേ ഈ നാട്ടിൽ 7 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാനുള്ള കാര്യം കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ ഗിരിജാവല്ലഭനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഗിരിജാവല്ലഭൻ സ്വയം തൻ്റെ പുസ്തകങ്ങളോ മറ്റ് സാഹിത്യ പ്രവർത്തനമോ പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ഏകദേശം 10-40 കൊല്ലത്തെ പരിചയമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ട് സാഹിത്യവേദിയിൽ പോകുന്നില്ല. സാഹിത്യവേദി ബോംബെയിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സംഘടന എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വിധത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനോ മറ്റുമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി കൺവീനറായിരിക്കും. മാസത്തിലൊരിക്കൽ അവിടെ പ്രോഗ്രാം കാണും. ആർക്ക് വേണമെങ്കിലും ആ വേദിയിൽ പോയി തൻ്റെ കവിതയോ കഥയോ എന്ത് വേണമെങ്കിലും അവിടെ അവതരിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഗിരിജാവല്ലഭൻ ഒരിക്കലും ആ വേദിയിൽ, നേരത്തെ ഗിരിജാവല്ലഭൻ ആ വേദിയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം, പക്ഷേ അടുത്ത കാലത്തൊന്നും ഗിരിജാവല്ലഭനെ ആ വേദിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എവിടെയും കുറേ ക്ലിക്കുകൾ, അത് ബോംബെയിലും ഉണ്ട്, അതിവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഗിരിജാവല്ലഭൻ്റെ പ്രവർത്തനം സാഹിത്യത്തിൽ മാത്രമായിരുന്നില്ല. അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സമയം മുഴുവൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സാഹിത്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാൻ സമയം കിട്ടിയിരുന്നില്ല. ഒരുപക്ഷെ ആ പ്രവർത്തനം ഔദ്യോഗിക ജീവിതത്തോടൊപ്പം ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്താതെ സാഹിത്യ പ്രവർത്തനം മാത്രം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ അംഗീകാരത്തേക്കാൾ കൂടുതൽ അംഗീകാരം കിട്ടുമായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ എത്ര പേർ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കൃഷ്ണപക്ഷത്തിലെ പക്ഷികൾ, പറവകൾ. അത് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ്. ആ കൃതി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഗിരിജാവല്ലഭൻ കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാവേണ്ടതാണ്. പക്ഷേ സ്വയം പ്രൊമോട്ട് ചെയ്യാതെ ഇക്കാലത്ത് ആർക്കും നിലനിൽപ്പില്ല. മറ്റൊരു കാര്യം, മലയാളം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ കേരളത്തിലെ മുക്കിലും മൂലയിലും വായനശാലകളുണ്ടായിരുന്നു. ഇന്നും കാണുമായിരിക്കാം, പക്ഷേ വായനശീലം ആർക്കുമില്ല. വായനശീലമില്ലെങ്കിൽ ഗിരിജാവല്ലഭനെ പോലുള്ള അവർ എഴുതുന്ന പുസ്തകങ്ങൾ ആർക്ക് വായിക്കാനും പറ്റും? പണ്ടൊക്കെ ഈ പുസ്തകങ്ങൾ വായനശാലകളിലെങ്കിലും എത്തുമായിരുന്നു. ഇന്ന് വായനശാലകളിൽ എത്തിയാൽ പോലും അതാരും വായിക്കില്ല. അതുകൊണ്ട്
എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾ ഈ ഗൗതമൻ ഞാൻ വായിച്ചിട്ടില്ല. ഗൗതമൻ വായിച്ചിട്ടില്ലെങ്കിലും കൃഷ്ണപക്ഷത്തിലെ പറവകൾ നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗിരിജാവല്ലഭൻ ആരായിരുന്നു, ആരാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഗൗതമൻ എന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം തീർച്ചയായിട്ടും ഞാനത് വായിക്കും. അതെന്തുകൊണ്ടോ എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം കൃഷ്ണപക്ഷത്തിലെ പറവകൾ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ എൻ്റെ കൂടി പ്രേരണ കൊണ്ടായിരിക്കണം അന്ന് എൻ്റെ സുഹൃത്തായിരുന്ന CV ശശീന്ദ്രൻ അക്ഷരകേരളം എന്ന ഒരു വാരിക നടത്തിയിരുന്നു ബോംബെയിൽ. ആ വാരികയിൽ അത് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു. ആ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ആ വാരികയ്ക്ക് സർക്കുലേഷൻ കൂടിയത് പോലും. പക്ഷേ അത് കൃഷ്ണപക്ഷത്തിലെ പറവകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അക്ഷരകേരളം പൂട്ടിപ്പോയി. പിന്നെ അതിന് ശേഷമാണ് പാമ്പുങ്ങൽ പബ്ലിക്കേഷൻ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരണത്തിന് ജ്വാല അവാർഡ് കിട്ടുകയും ചെയ്തു. ഞങ്ങൾ സാധാരണ എല്ലാവരും പരസ്പരം നന്ദി പറയുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാം. ഞങ്ങൾ ഡെയിലി ഓരോ ദിവസവും സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾ സാധാരണ നിലയ്ക്ക് ഗിരിജാവല്ലഭന് ഒരു അഭിനന്ദനം അർപ്പിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ അത്രമാത്രം അടുപ്പത്തിലാണ്. എങ്കിലും ഗൗതമൻ ഒരു നല്ല പ്രസിദ്ധീകരണമാണെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറയുണ്ടായി. ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ നാളത്തെ പത്രത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കോപ്പികൾ 1000 അല്ല 10,000 ചിലവാകുന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ എല്ലാ ഭാവങ്ങളും നേരും. താങ്ക് യു. അവസാനമായി ശ്രീ ഗിരിജാവല്ലഭൻ നന്ദി പ്രകാശിച്ചു. ആദരണീയരായ ഗുരുക്കന്മാരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് സദസ്സിലും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും അക്ഷരസ്നേഹികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പിറന്ന നാട് വിട്ടിട്ട് 42 സംവത്സരങ്ങൾ കഴിഞ്ഞു. നാട്ടിൽ ജീവിച്ചതിൻ്റെ ഇരട്ടിയിലധികം കാലഘട്ടം ഞാൻ കേരളത്തിൽ പുറത്തായിരുന്നു. എങ്കിലും ഇന്നും ഗൃഹാതുരത്വം ചുരത്തുന്ന ഓർമ്മകളായി എൻ്റെ ഗ്രാമം, നമ്മുടെ ഗ്രാമങ്ങൾ എന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു പരിണാമം നമുക്ക് കാണാൻ കഴിയും. വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗ്രാമങ്ങൾ. 42 കൊല്ലം മുമ്പ് ഞാൻ നാട് വിടുമ്പോൾ ഉണ്ടായിരുന്ന ഗ്രാമങ്ങൾ ഇന്നില്ല. നമ്മുടെ മനുഷ്യസ്നേഹികളും നല്ലവരും ദയാശീലനുമായ ഗ്രാമീണരെ ഇന്ന് വളരെ ചുരുക്കം മാത്രമേ കാണുന്നുള്ളൂ. കേരള ജനത അഹങ്കാരികളും ദുർമാർഗികളുമായ ഒരു കൂട്ടം മനുഷ്യരായി തീർന്നിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കിതിനോട് യോജിക്കാൻ സാധിച്ചില്ലെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അറിവാണ് ഞാൻ പറയുന്നത്. കേരള ജനത അത്രയേറെ നശിച്ചിരിക്കുന്നു. ഭാഷയ്ക്കുണ്ടായ നാശവും ഇതിനോടൊക്കെ അനുബന്ധിച്ച് ഇത് വാസ്തവത്തിൽ ഇതൊരു പരിണാമ ദശയായിരിക്കാം. ഈ മാറ്റം ഒരു പരിണാമ ദശയായിരിക്കാം. എങ്കിലും അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക്, മറുനാടൻ മലയാളികൾക്ക് ദുഃഖം തോന്നും. ഗ്രാമത്തിലെ കയ്യെഴുത്തു മാസികയിൽ എഴുതിക്കൊണ്ടാണ് ഞാൻ സാഹിത്യ രംഗത്തേക്ക് പ്രവേശിച്ചത്. അതോടൊപ്പം തന്നെ സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏകാംഗ നാടകങ്ങൾ എഴുതി അവതരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഹൈസ്കൂൾ ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ ജനയുഗത്തിലെ ബാലപംക്തിയിൽ കഥകൾ എഴുതാൻ തുടങ്ങി. അന്ന് കാമ്പശ്ശേരി കരുണാകരൻ എന്ന മഹാനായ വ്യക്തിയിൽ നിന്ന് കിട്ടിയ പ്രചോദനം അല്ലെങ്കിൽ പ്രോത്സാഹനം കൊണ്ടായിരിക്കാം ഞാൻ തുടർന്ന് എഴുതാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ അന്ന് വളരെ വളരെ നല്ല നിലയിൽ നടന്നിരുന്ന, വായനക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന
മലയാള നാടിൽ നിന്നും അതിൻ്റെ പത്രാധിപരായിരുന്ന BBC നായരിൽ നിന്നും എനിക്ക് കിട്ടിയ പ്രോത്സാഹനവും ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ അന്നത്തെ മഹാരഥന്മാരായിരുന്ന കാരൂർ, കേശവദേവ്, തകഴി തുടങ്ങിയ എഴുത്തുകാരുടെ കൃതികൾ എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്തായാലും അധികം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇവിടുത്തെ സദസ്സ് വളരെ ശുഷ്കമായിരുന്നെങ്കിലും ഈ സദസ്സ് പ്രൗഢമായിരുന്നു. ഒരുപക്ഷെ അനഹ രവീന്ദ്രനെ പോലെയുള്ള പെൺകുട്ടി, സൗദി അറേബ്യയിൽ കലാതിലകമായ പെൺകുട്ടി ഇവിടെ വന്ന ഒരു പ്രാർത്ഥനാ ഗീതം ചൊല്ലാൻ ഇടയായത് എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സൗദി അറേബ്യൻ ഇത്ര വലിയ രാജ്യത്ത് കേരളത്തിന് വെളിയിൽ ആ കുട്ടി കലാതിലകമാണ്. ആ കുട്ടിയെക്കുറിച്ച് അവതാരകന് ശരിക്ക് ആ കുട്ടിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിലെനിക്ക് ദുഃഖം തോന്നുന്നു. പക്ഷേ എങ്കിലും ആ കുട്ടി സൗദി അറേബ്യയിൽ കലാതിലകം കിരീടം നേടിയ കുട്ടിയാണ്. എന്നെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞ ആലങ്കോട് ലീലാകൃഷ്ണൻ, രാവുണ്ണി തുടങ്ങിയ എല്ലാ പ്രാസംഗികരോടും എനിക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ AK മച്ചിങ്കൽ, പറമ്പിൽ ജയകുമാർ സാർ, ശശിധരൻ നായർ, പ്രശാന്തി ചോര, ജനാർദ്ദനൻ, ധനഞ്ജയൻ മച്ചിങ്കൽ, നാണപ്പൻ മഞ്ഞപ്ര, ശ്രീകുമാർ കരിയാട്, ഇവരെല്ലാം വളരെ ദൂരപ്രദേശങ്ങളിൽ നിന്നാണ് വന്നത് എൻ്റെ ഈ പുസ്തക പ്രസാദന ചടങ്ങിൽ സ്നേഹപൂർവ്വം പങ്കെടുക്കാൻ. അവരോടുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.